ഓക്കെ. രണ്ടാമത്തെ കാര്യം, എഗെയിൻ നമുക്ക് പാഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നത് നമ്മളുടെ എൻവയോൺമെന്റ് ആണ്. ഇപ്പം ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയും എൻ്റെ എൻവയോൺമെന്റും എന്നെ സപ്പോർട്ട് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇത് ആഗ്രഹിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പക്ഷെ എപ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല. അപ്പം നമുക്ക് എഗെയിൻ ആ പാഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനോട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ ആക്ഷൻസും. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും മാറ്റി വെക്കണം എന്നല്ല, എല്ലാ റെസ്പോൺസിബിലിറ്റീസിനെയും എല്ലാവരെയും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇത്തരത്തിലുള്ള എൻവയോൺമെന്റ് പ്രഷേഴ്സ് കാരണം നമ്മൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻവയോൺമെന്റ് പ്രഷേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സെക്കൻഡ് കീ ടേക്ക് അവേ. കാരണം എനിക്കറിയില്ല നമ്മുടെ എൻവയോൺമെന്റിൽ എത്രത്തോളം ആൾക്കാർ ഇപ്പോഴും എന്റർപ്രണർഷിപ്പിനെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫോണ്ടർ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് എല്ലാ രീതിയിലും എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പം എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തതും എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഒരിക്കലും അവർ ഭയങ്കര ജനറസ് ആയതുകൊണ്ട് മാത്രമല്ല, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ഞാനും എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്സ് എടുത്തിട്ടുണ്ട്. സോ അത്തരത്തിലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് മൈ സെക്കൻഡ് ടേക്ക് അവേ. ഒരു തേർഡ് ടേക്ക് അവേ ഞാൻ പറയാനുള്ള റീസൺ, എഗെയിൻ ഒരുപാട് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെപ്പോഴും സംഭവിക്കൽ ഈ പേഴ്സണൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ ലൈഫ്, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ ലൈഫിനെ എഫക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈഗോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി, എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനാവുന്നതിന് പകരം എന്റെ ബ്രാൻഡ് ആവുക അല്ലെങ്കിൽ എന്റെ സൊല്യൂഷൻ ആവുക എന്നുള്ളതാണ്. സോ നമ്മുടെ കോ ഫൗണ്ടിങ് ടീം എന്റെ അടുത്ത് ഇതേപോലെ പല ഫൗണ്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കോ ഫൗണ്ടർ സെലക്ട് ചെയ്യാവുന്നത്. ഇതുപോലെ കോ ഫൗണ്ടിങ് ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോ ഫൗണ്ടേഴ്സ് ടീം ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രാൻഡിനും നമ്മുടെ പ്രൊഡക്റ്റിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ടീം ആയിരിക്കണം. അത് എപ്പോഴെങ്കിലും ഡിസൈനായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം കറക്റ്റ് അല്ല, അത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എപ്പോഴും ഈ ഒരു അലൈൻമെന്റ്, അതായത് ബ്രാൻഡ് ആസ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള അലൈൻമെന്റ് കോ ഫൗണ്ടിങ് ടീം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതില്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി അതിന് കൊടുത്തിട്ട് അത് വീണ്ടും എന്ത് വർക്കാണ് അവിടെ ചെയ്യേണ്ടത്. ചിലപ്പോൾ ആൾക്കാരെ മാറ്റേണ്ടി വരും, ചിലപ്പോൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും, ഉള്ളവരെ ഒഴിവാക്കേണ്ടി വരും. അത്തരത്തിലുള്ള അലൈൻമെന്റ് ചെയ്തിട്ട് മാത്രം ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് വെരി ഏർലി സ്റ്റേജിൽ ഈ അലൈൻമെന്റ് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കമ്പനി ഷട്ട് ചെയ്യാൻ വരെ അല്ലെങ്കിൽ ബാക്കി ഫൗണ്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ ഇത് സംഭവിച്ചേക്കാം. സോ ഏർലി സ്റ്റേജിൽ തന്നെ ബ്രാൻഡ് ആസ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള അലൈൻമെന്റ് എല്ലാ കോ ഫൗണ്ടേഴ്സിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് മൈ തേർഡ് ടേക്ക് അവേ. മറ്റൊരു കാര്യം, ലൈക്ക് ദ ഫോർത്ത് ടേക്ക് അവേ, ഞാനിത് സ്റ്റുഡൻസിനോടാണ് കൂടുതൽ പറയാനുള്ളത്. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി, ലോ പഠിച്ചു, അവിടുന്ന് പിന്നെ മാനേജ്മെന്റ് ഫീൽഡിലേക്ക് മാറി. അപ്പം ഒരു ഫൗണ്ടർക്കും ഒരു ന്യൂ ജനറേഷൻ സ്റ്റുഡൻറ്റിനും എല്ലാവർക്കും ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്കില്ല്, ദ സ്കിൽ ടു ഓർ ദി മെന്റാലിറ്റി ഓർ ആറ്റിറ്റ്യൂഡ് ടു ലേൺ, അൺലേൺ ആൻഡ് റീലേൺ ആണ്. സോ ഒരു ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലിറ്ററേറ്റ് ഓഫ് ദി ഫ്യൂച്ചർ ആണ്. അതൊരു ഫേമസ് കോട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ട ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ലേൺ, അൺലേൺ ആൻഡ് റീലേൺ ആണ്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ അൺലേൺ ചെയ്യണമെങ്കിൽ അത് അൺലേൺ ചെയ്യുകയും പിന്നീട് നമ്മൾ എന്തെങ്കിലും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജീസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൾച്ചർ നമ്മുടെ കമ്പനിയിലും വേണം. ഇപ്പൊ നമ്മളൊരു HR മാനേജറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ ഒരു 10 year എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ഒരിക്കലും ഈ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം 10 വർഷം മുന്നേ കമ്പനികളൊന്നും അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? അൺലേൺ ചെയ്യണം. അദ്ദേഹം പഠിച്ച പോളിസീസും അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കമ്പനി ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫൗണ്ടേഴ്സിന് ഇനീഷ്യലി വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾച്ചറാണ്. ദ കൾച്ചർ ഓഫ് ദ എബിലിറ്റി ഓർ ദ മെന്റാലിറ്റി ഓർ ദ ആറ്റിറ്റ്യൂഡ് ടു ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അല്ലെങ്കിൽ നമ്മൾ ഇല്ലിറ്ററേറ്റ് ഓഫ് ദി ഫ്യൂച്ചർ ആയി പോകും. നമ്മൾ ഓഫ് കോഴ്സ് നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെ പുറന്തള്ളുക തന്നെ ചെയ്യും. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, അതിനും വേണ്ടിയിട്ട് എല്ലാ ഫൗണ്ടേഴ്സും റെഡി ആവുക എന്നുള്ളതാണ്, ആ ഒരു മെന്റാലിറ്റിക്കും വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് മൈ ഫൈനൽ ടേക്ക്. ഓസം. ഐ തിങ്ക് ഇതൊരു നോട്ട് ജസ്റ്റ് ആസ് എൻ ഓണ്ടർപ്രണർ, ഇവൻ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ലേണിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ ചില ആൾക്കാര് ചില കമ്പനി കയറിയിട്ട് പറയും ഇപ്പം ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തത് പോലെ അല്ല, ഇവിടെ വേറെന്നാണ്, ഇവിടെ വേറെന്നാണ്. ഐ തിങ്ക് അഡാപ്റ്റബിലിറ്റി, ഇപ്പം ഹ്യൂമൻസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാത്രം
ഞാൻ വിശ്വസിക്കുന്ന സാധനം അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇഫ് യു ആർ നോട്ട് ഏബിൾ അഡാപ്റ്റ് ഇൻ ദ വർക്ക് സിറ്റുവേഷൻ ഓൾസോ വി വിൽ ഹാവ് ടു സ്ട്രഗിൾ ആസ് വെൽ. That's awesome. So one last question, what would be your one message like for Harrison Academy? അക്കാഡമി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ലേണേഴ്സ് ഉള്ളത് കൊണ്ട് ലൈക്ക് അവരോടായാലും അക്കാഡമിയോടായാലും എനിക്ക് പറയാനുള്ളത് ഓഫ്കോഴ്സ് ലേണിംഗ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ച് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ കുറിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും കുറവ് അപ്ഡേറ്റ്സ് ഉള്ള സിസ്റ്റമാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ബട്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽ ഇൻഡസ്ട്രി ആവുമ്പോൾ അതിൽ അപ്ഡേഷനും അഡാപ്റ്റബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ കുറിച്ച് എപ്പോഴും അവെയർ ആവുക, എന്നിട്ട് ആ ഒരു ട്രെൻഡ് സെറ്റർ ആവുക, അല്ലെങ്കിൽ കരിക്കുലത്തിൽ വേണ്ട സമയത്ത് വേണ്ട അപ്ഡേറ്റ്സ് വരുത്തുക. അങ്ങനെ ഒരു മോഡേൺ കരിക്കുലം ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മോഡേൺ അക്കാഡമി ആയിട്ട് മാറണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. സോ അതിനും വേണ്ടിയിട്ട് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക, ആ ഒരു ട്രെൻഡ് സെറ്ററായി മാറാനുള്ള ഒരു മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡും കമ്പനിയിലും അക്കാഡമിയിലും ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ലൈക്ക് ടു ദി അക്കാഡമി എനിക്ക് ഡയറക്റ്റ് പറയാനുള്ളത്. അതിനുള്ള എല്ലാ വിഷസും എല്ലാ സഹായങ്ങളും എൻ്റെ പാടുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ അത്തരത്തിലുള്ള അക്കാഡമി ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കാം.